+2 കൊമേഴ്സ് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിൻ്റെ എക്കണോമിക്സ് ബുക്ക് ഫസ്റ്റ് മൈക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ ഫസ്റ്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമിയാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെ കുറിച്ചാണ്. നമുക്കറിയാം ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അൺലിമിറ്റഡ് ആണ്. ഡെയിലി ദ വാണ്ട്സ് ആൻഡ് നീഡ്സ് ഷുഡ് ബി ചേഞ്ച്ഡ് and to be satisfied for an individual as well as the society. അപ്പോൾ ദൈനംദിനം എന്നോണം ഈ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവൻ്റെ ആവശ്യകതകൾ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ വാണ്ട്സ് അല്ലെങ്കിൽ ആ നീഡ്സ് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിനായാലും ശരി, അല്ലെങ്കിൽ സൊസൈറ്റിക്കായാലും ശരി, അല്ലെങ്കിൽ ഒരു കൺട്രി അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റത്തിനായാലും ശരി, ഈ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഷുഡ് ബി സാറ്റിസ്ഫൈഡ്. So in order to satisfy these wants, we need goods and services. അപ്പോൾ ഈ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സുകൾ ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ എക്കണോമിക് സിസ്റ്റത്തിന്റെ നീഡ്സ് അല്ലെങ്കിൽ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് അവിടെ എന്ത് ആവശ്യമാണ്? ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇതിലൂടെയാണ് ലഭ്യമാകുന്നത്. പ്രൊഡക്ഷനിലൂടെയാണ് എന്ത് സംഭവിക്കുന്നത്? ഗുഡ്സ് ആൻഡ് സർവീസസ് ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു എക്കണോമിയിൽ ഒരു കൺട്രിയിൽ അവൈലബിൾ ആയി മാറുന്നത്. ടു ഗെറ്റ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് there should be production in an economy. അപ്പോൾ എന്താണ് ഈ റിസോഴ്സുകൾ എന്ന് പറഞ്ഞാൽ? റിസോഴ്സുകൾ എന്ന് പറയുന്നത് സ്കേഴ്സിറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സ്കേഴ്സ് റിസോഴ്സസിനെ എത്ര ബെറ്റർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ അതാണ് ഒരു എക്കണോമിയുടെ സക്സസ് എന്ന് പറയുന്നത്. എന്താണ് റിസോഴ്സ് എന്ന് പറഞ്ഞത്? ഫാക്ടേഴ്സ് നീഡ് ഫോർ ദ പ്രൊഡക്ഷൻ ആർ നോൺ ആസ് റിസോഴ്സസ്. പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? വിഭവങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ, raw material, etc. are collectively known as resources. അപ്പോൾ ഫാക്ടേഴ്സ് നീഡ് ഫോർ ദ പ്രൊഡക്ഷൻ ആർ നോൺ ആസ് റിസോഴ്സസ്. എങ്കിൽ ആ ഫാക്ടേഴ്സ് നീഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഏതെല്ലാമാണ്? ലാൻഡ് ആകാം, ലേബർ, ക്യാപിറ്റൽ ആകാം, ഓർഗനൈസേഷൻ, റാ മെറ്റീരിയൽ ആകാം, അല്ലെങ്കിൽ മറ്റ് ഉത്പാദനത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ. അവയെല്ലാം ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് എന്ന് വിളിക്കുന്നത് റിസോഴ്സുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ദീസ് റിസോഴ്സസ് ആർ സ്കേഴ്സ്. ഇത് പരിമിതമാണ് ഈ വിഭവങ്ങൾ എന്ന് പറയുന്നത്. സ്കേഴ്സ് റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസസ്. സ്കേഴ്സ് മാത്രമല്ല, ഈ റിസോഴ്സിന് എന്തുണ്ട്? ആൾട്ടർനേറ്റീവ് യൂസ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് പല ഉപയോഗങ്ങളും ഉണ്ട്. സോ there should be a choice of the economy as per the priority or the importance of resources. അപ്പോൾ ഒരു എക്കണോമിയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ്? ഒരു ചോയ്സ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു സെലക്ഷന് നടത്താൻ ഒരു എക്കണോമി എന്താവും? നിർബന്ധിതമാവും. എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? അവിടെ ഇതിന്റെ പ്രയോറിറ്റി, അവരുടെ വാണ്ട്സിന്റെ പ്രയോറിറ്റി അനുസരിച്ച്, അതുപോലെ തന്നെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിന്റെ എന്താണ് പ്രയോറിറ്റി അനുസരിച്ച് എക്കണോമിക്ക് അവിടെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു? ഒരു ചോയ്സ് നടത്തേണ്ടതായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു സെലക്ഷൻ നടത്തേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ അതാണ് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ. നമ്മൾ പറഞ്ഞു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പല രീതിയിൽ എന്താണ് ഡാറ്റ റെപ്രസെൻറ്റേഷൻ നമ്മൾ പഠിച്ചു അല്ലേ? എന്താണ് ഗ്രാഫുകൾ, പൈ ഡയഗ്രങ്ങൾ തന്നല്ലോ, കർവിക്കൽ ഗ്രാഫുകൾ, ഡോട്ടഡ് പിക്ചറുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ ഫ്രണ്ടിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ whom to produce. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ അല്ലെങ്കിൽ
പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ ഒരു സമ്പദ് വ്യവസ്ഥയിലെ സെൻട്രൽ പ്രോബ്ലംസിൻ്റെ ഗ്രാഫിൻ്റെ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ അല്ലെങ്കിൽ കർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ഇല്ലേ. അപ്പോൾ എന്തായിരിക്കും പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ എന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് central problems of an economy like what to produce, how to produce and for whom to produce. That is called a production possibility frontier. അപ്പോൾ അതിനെ കുറിച്ച് സ്പെഷ്യാലിറ്റികൾ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് റെപ്രസെന്റ് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, അതുപോലെ തന്നെ ആൾട്ടർനേറ്റീവ് യൂസസ് ഓഫ് റിസോഴ്സസ് ആൻഡ് ചോയ്സ് ഓഫ് ദി എക്കണോമി. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, എന്തിനെയാണ് അവിടെ പ്രതിനിധീകരിക്കുന്നത്? എന്തിനെയെല്ലാമാണ്? ഒന്ന്, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ പരിമിതികളെ. ആൾട്ടർനേറ്റീവ് യൂസസ് ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ ഒന്നിലധികം ഉപയോഗങ്ങളെ. ആൻഡ് ചോയ്സ് ഓഫ് ദി എക്കണോമി, ഒരു സമ്പദ് വ്യവസ്ഥ ഈ വിഭവങ്ങളെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു എന്നിവയെല്ലാം ഇത് റെപ്രസെന്റ് ചെയ്യും. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് represents scarcity of resources, alternative uses of resources and choice of the economy. Another name of production possibility frontier is production possibility curve. നേരത്തെ പറഞ്ഞതാണ്. ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയർ നമ്മൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അവിടെ ചില അസംഷനുകളുണ്ട്, സങ്കല്പങ്ങളുണ്ട്. അപ്പോൾ സയൻസ് ആണെങ്കിൽ സയൻസിൽ എക്കണോമിക്സ് എന്താണ്? ഒരു സയൻസാണ്. സയൻസ് ആയതുകൊണ്ട് പല എന്താണ് അസംഷനുകൾ കാണും, എക്സ്പെരിമെന്റുകൾ കാണും, പ്രൂഫുകൾ കാണും തന്നല്ലോ. അപ്പോൾ അതുപോലെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രണ്ടിയറിന് അല്ലെങ്കിൽ കർവിന് എന്തുണ്ട്? അസംഷനുകളുണ്ട്, ചില സങ്കല്പങ്ങളുണ്ട്. ഫസ്റ്റ് അസംഷൻ എന്ന്, ഇപ്പോൾ 4 അസംഷനുകളാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ആൻ എക്കണോമി പ്രൊഡ്യൂസസ് ഓൺലി 2 കമ്മോഡിറ്റീസ്. ഒരു സമ്പദ് വ്യവസ്ഥയിൽ 2 ഉൽപ്പന്നങ്ങൾ മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അത് ഒരു അസംഷൻ. അപ്പോൾ ആ കമ്മോഡിറ്റി അല്ലെങ്കിൽ ആ പ്രൊഡക്ഷനെ നമുക്കൊന്ന് വിളിക്കാം ഗുഡ് 1 എന്നും ഗുഡ് 2 എന്നും വിളിക്കാം. ഫസ്റ്റ് അസംഷൻ, ആൻ എക്കണോമി പ്രൊഡ്യൂസസ് ഓൺലി 2 commodities. Second assumption, all resources are fully employed. That means all available resources are fully employed. ആ എക്കണോമിയിൽ ലഭ്യമാകുന്ന എല്ലാ വിഭവങ്ങളെയും പൂർണ്ണമായി പ്രൊഡക്ഷന് വേണ്ടി വിനിയോഗിച്ചിരിക്കുന്നു. All resources are fully employed. Third assumption, resources can be allocated in many different ways. വിഭവങ്ങളെ എന്ത് ചെയ്യാം? വ്യത്യസ്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? അലോക്കേറ്റ് ചെയ്യാം തന്നല്ലോ. അപ്പോൾ റിസോഴ്സസ് ക്യാൻ ബി അലോക്കേറ്റഡ് ഇൻ മെനി ഡിഫറെൻ്റ് വേസ്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് ആൻ എക്കണോമി നമ്മൾ സ്റ്റഡി ചെയ്ത സമയത്ത് ഹൗ അല്ലേ, ബേസിക് പ്രോബ്ലം, ഹൗ ആർ ദീസ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡ്യൂസ്ഡ് അല്ലേ, എങ്ങനെയാണ് ഹൗ ആർ ദീസ് ഗുഡ്സ് പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്ന സെൻട്രൽ പ്രോബ്ലത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. എന്താണ്? നമുക്കവിടെ എന്തുണ്ട്? ലാൻഡ് ഉണ്ട്, അതുപോലെ തന്നെ ലേബർ ഉണ്ട് അല്ലേ, ക്യാപിറ്റൽ ഉണ്ട്. അപ്പോൾ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ലാൻഡിന് പ്രയോറിറ്റി കൊടുക്കാം. അപ്പോൾ ലേബറിന് ക്യാപിറ്റലിന് പ്രയോറിറ്റി കുറച്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ മെയിൻ പ്രൊഡക്ഷൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്താണ്? ലേബറും അതുപോലെ തന്നെ ക്യാപിറ്റലുമാണ്. അപ്പോൾ അതിൽ 2 മിക്സ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നോളജി, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നോളജി. അപ്പോൾ ലേബറിന് എന്താണ്? പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നു, ക്യാപിറ്റലിന് പ്രയോറിറ്റി കുറച്ച് കൊടുക്കുന്നെങ്കിൽ എന്താണ്? ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നോളജി. അത് ഒരു റിസോഴ്സ് അലോക്കേഷനാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ ടെക്നോളജി, അവിടെ എന്തിനു പ്രയോറിറ്റി കൊടുത്തു? ക്യാപിറ്റലിന് പ്രയോറിറ്റി കൊടുത്തു, ലേബറിന് പ്രയോറിറ്റി കുറച്ചാണ് കൊടുത്തത്. അപ്പോൾ അതും എന്താണ്? ഒരു
ടൈപ്പ് ഓഫ് പ്രൊഡക്ഷൻ ടെക്നോളജിയാണ്. അതും എന്താണ്, ഇസ് ആൻ എക്സാമ്പിൾ ഫോർ റിസോഴ്സ് അലോക്കേഷൻ. അപ്പോൾ റിസോഴ്സസ് ക്യാൻ ബി അലോക്കേറ്റഡ് ഇൻ മെനി ഡിഫറെൻറ്റ് വേസ് അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ലേബറിന് എന്താണ് പ്രയോറിറ്റി കൊടുത്ത് ഒരു അലോക്കേഷൻ, അതുപോലെ തന്നെ ക്യാപിറ്റലിന് പ്രയോറിറ്റി കൊടുത്ത് ഒരു അലോക്കേഷൻ, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ് പലതുണ്ട്. അതിൽ മെറ്റീരിയൽ വേണമെങ്കിൽ മെറ്റീരിയൽ, ലാൻഡിന് ലാൻഡ്, അതൊക്കെ അതിന് എക്സാമ്പിളുകളാണ്. സോ വാട്ട് ഡു യു മീൻ ബൈ റിസോഴ്സ് അലോക്കേഷൻ? റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദ ഷെയറിംഗ് or division of available resources for the production of various goods and services in an economy is called a resource allocation. അപ്പോൾ എന്താണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ? പങ്കുവയ്ക്കലാണ്, ഷെയറിംഗ്, അല്ലെങ്കിൽ എന്താണ്, ഭാഗിച്ചു കൊടുക്കലാണ്, ഡിവൈഡ് ചെയ്യലാണ്. എന്തിനെ? അവൈലബിൾ റിസോഴ്സസ്, ലഭ്യമായ വിഭവങ്ങളെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു സമ്പദ് വ്യവസ്ഥയിൽ വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങളെയും അതുപോലെ തന്നെ സേവനങ്ങളുടെയും ഉൽപാദനത്തിന് വേണ്ടി ലഭ്യമായ വിഭവങ്ങളെ ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ന് വിളിക്കുന്നത് റിസോഴ്സ് അലോക്കേഷൻ എന്ന് വിളിക്കുന്നത്. ദ ഷെയറിംഗ് ഓർ ഡിവിഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ ആൻ എക്കണോമി is called a resource allocation. ഇനി നാലാമത്തെ അസംഷൻ അതാണ് ടെക്നോളജി റിമെയിൻ കോൺസ്റ്റന്റ്. ഈ സമയത്ത് വിനിയോഗിക്കുന്ന സാങ്കേതിക വിദ്യ എപ്പോഴും എന്തായിരിക്കും? സ്ഥിരമായിരിക്കും. കാരണം ടെക്നോളജിയുടെ പ്രത്യേകത എന്താണ്? ടെക്നോളജി ഡെയിലി എന്ത് ചെയ്യും? ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ടെക്നോളജി. പുതിയ പുതിയ ഇൻവെൻഷനുകളും പുതിയ പുതിയ എന്താണ് ഐഡിയാസും ഒക്കെ കൊണ്ടുവന്നെങ്കിൽ എന്ത് സംഭവിക്കും? ടെക്നോളജി വേരി ചെയ്യും. അപ്പോൾ ഇവിടെ എന്തിന് വേരിയൻസ് ഇല്ല? ടെക്നോളജി വേരി ചെയ്യുന്നില്ല. ടെക്നോളജി എപ്പോഴും എന്ത് തന്നെയാണ്? ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ ഫ്രണ്ടുകൾ വരയ്ക്കുന്ന സമയത്ത് ടെക്നോളജി ചേഞ്ച് ആയാലും ചേഞ്ച് ആയിട്ട് നമുക്ക് കണക്കാക്കില്ല. ടെക്നോളജി എന്ത് തന്നെയാണ്? കോൺസ്റ്റന്റ് തന്നെയാണ്. അപ്പോൾ 4 അസംഷനുകൾ ഇതെല്ലാമാണ്. 4 അസംഷൻസ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അല്ലെങ്കിൽ ഫ്രണ്ടിയർ എന്തെല്ലാമാണ്? ആൻ എക്കണോമി പ്രൊഡ്യൂസസ് ഓൺലി 2 commodities. All resources are fully employed. Resources can be allocated in many different ways. Technology remain constant. ഇനി എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് പറയുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി refers to the combination of commodities that an economy can produce with the available resources and a given technology. ഇപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കോമ്പിനേഷൻ ഓഫ് കമ്മോഡിറ്റീസ്, ഒന്നിലധികം ഉൽപ്പന്നങ്ങളുടെ എന്താണ് മിശ്രിതാവസ്ഥ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പിനേഷൻ. എവിടെയാണ്? ഒരു സമ്പദ് വ്യവസ്ഥ. ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന, പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷൻ. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? വിത്ത് അവൈലബിൾ റിസോഴ്സസ്, ലഭ്യമായ വിഭവങ്ങളുടെയും ലഭ്യമായ സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാനത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്രൊഡക്ട്സിൻ്റെ അല്ലെങ്കിൽ കമ്മോഡിറ്റീസിൻ്റെ കോമ്പിനേഷനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി എന്ന് വിളിക്കുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി refers to the combination of commodities that an economy can produce with the available resources and a given technology. അങ്ങനെയാണെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോമ്പിനേഷനാണ്. നമ്മൾ 2 എക്സാമ്പിളായിട്ട് എടുത്ത ഏതാണ്? ഗുഡ് 1ഉം അതുപോലെ തന്നെ ഗുഡ് 2ഉം നമ്മൾ എന്തായിട്ട് എടുത്തു? 2 കമ്മോഡിറ്റി മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അത് അസംഷനാണ്. അതിൽ ഫസ്റ്റ് നമ്മളെടുത്തു ഗുഡ് 1 ആണ്, സെക്കൻഡ് എന്ന് പറയുന്നത് ഗുഡ് 2. അപ്പോൾ 2 കമ്മോഡിറ്റി നമ്മൾ സെലക്ട് ചെയ്യും. സപ്പോസ് ഗുഡ് 1 ആണ് ഫസ്റ്റ് കമ്മോഡിറ്റി, ഗുഡ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് കമ്മോഡിറ്റി. അപ്പോൾ എന്താണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്? ഇപ്പോൾ 2 കമ്മോഡിറ്റി ഓടയുടെ പേരിൽ നമ്മളാക്കുകയാണെങ്കിൽ അതിനെ എന്താന്ന് വിളിക്കാം? സെറ്റ് എന്ന് വിളിക്കാം തന്നല്ലോ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ആർ കാൾഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റിയുടെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കുന്നത്? പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് വിളിക്കുന്നത്. സപ്പോസ് ഞാൻ എന്താണ് ഗുഡ് 1 അതുപോലെ തന്നെ ഗുഡ് 2 തന്നല്ലോ, 2 ഗുഡുകൾ എടുക്കുന്നു. അതിനൊരു പ്രൊപ്പോർഷൻ ഞാൻ പോസിബിലിറ്റി ഞാൻ എടുക്കുകയാണ്. ഗുഡ് 1 ഞാൻ 10 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഫുള്ള് തന്നല്ലോ. ഗുഡ് 2 എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ? 0 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പ്രൈവറ്റ് മൊത്തം ആർക്ക് കൊടുക്കുകയാണ്?
ഗുഡ് 1. അടുത്തത് വേറൊരു പ്രയോറിറ്റി, ഗുഡ് 1 9 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ സമയത്ത് ഗുഡ് 2 എന്ത് ചെയ്യുന്നു, 1 യൂണിറ്റ് പ്രൊഡ്യൂസ്. അപ്പോൾ ഒരു പേരായില്ലേ. അപ്പോൾ ഫസ്റ്റ് ഓർഡയുടെ പേര് നമുക്ക് ഇങ്ങനെ എടുക്കാം 10 0 അല്ലേ. സെക്കൻഡ് ഓർഡയുടെ പേര് എങ്ങനെ എടുക്കാം 9 1. അടുത്ത എന്ത് ചെയ്യാണ് 7 യൂണിറ്റ് ഗുഡ് 1 പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഗുഡ് 2 എത്ര പ്രൊഡ്യൂസ് ചെയ്യുന്നു, 2 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അടുത്തത് ഗുഡ് 1 എന്താണ് 0 യൂണിറ്റ് എന്ത് ചെയ്യാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതേസമയം ഗുഡ് 2 എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, 4 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഓർഡയുടെ പേരായിട്ട് എടുത്തൂടെ. അപ്പൊ മൊത്തം ഓർഡയുടെ പേര് എങ്ങനെ എടുക്കാം, ഫസ്റ്റ് ഓർഡയുടെ പേർ 10 0, അതുപോലെ തന്നെ സെക്കൻഡ് ഓർഡയുടെ പേർ 9 1, അടുത്ത ഓർഡയുടെ പേര് ഏതാണ് 7 2 അല്ലേ. അടുത്ത വേണമെങ്കിൽ നമുക്ക് ഏതെടുക്കാം 4 3, അടുത്ത ഏതെടുക്കാം 0 4. ഇതിപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഓർഡയുടെ പേരായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഫസ്റ്റ് ഓർഡയുടെ പേരിനെ ഞാൻ പോയിന്റ് ആയിട്ട് കണക്കാക്കുന്നു. ഫസ്റ്റ് ഓർഡയുടെ പേര് ഞാൻ പറഞ്ഞ 10 0, അതിനെ ഞാൻ എന്ത് വിളിക്കുന്നു, പോയിന്റ് എ. അടുത്തത് 9 1 എന്ന് പറയുന്ന ഓർഡയുടെ പേരിനെ ഞാൻ എന്ത് വിളിക്കുന്നു, പോയിന്റ് ബി. അടുത്തത് 7 2, ആ ഓർഡയുടെ പേരിനെ ഞാൻ എന്ത് വിളിക്കുന്നു, പോയിന്റ് സി. അങ്ങനെ എത്ര പോയിന്റുകളുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അതുപോലെ തന്നെ 4 3 എന്ന് പറയുന്ന ഓർഡയുടെ പേരിനെ പോയിന്റ് ഡി എന്നാക്കുന്നു. അതുപോലെ തന്നെ 0 4 എന്ന് പറയുന്ന ഓർഡയുടെ പേരിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, ഇ എന്ന് വിളിക്കുന്നു. പോയിന്റുകളാണ്. ഇനി ഞാൻ ഒരു ഗ്രാഫായിട്ട് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഗുഡ് 1 നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് ആക്സസിലും, അതുപോലെ തന്നെ ഗുഡ് 2 നമ്മളിവിടെ കാണിക്കുന്നു വൈ ആക്സസിലും കാണിക്കുന്നു. ഗുഡ് 2 വൈ ആക്സസ്, ഗുഡ് 1 എക്സ് ആക്സസ്. അങ്ങനെയാണ് നമുക്ക് ഇതിന് പോയിന്റ് കൊടുത്തൂടെ അല്ലേ. പോയിന്റുകൾ നമുക്ക് ഏതുവരെ കൊടുക്കാം, 1 2 3 4 5 6 7 8 9 10 എന്ന് പറയുന്ന എക്സ് ആക്സസിലും 1 2 3 4 5 6 7 8 9 7 8 9 10 എന്ന് പറഞ്ഞ് എവിടെയും കൊടുക്കാം, വൈ ആക്സസിലും കൊടുക്കാം. എന്നിട്ട് ഈ ഓർഡറുടെ പേരിന് നമുക്ക് ഏതിലും മാർക്ക് ചെയ്യാം, ഗ്രാഫിൽ റെപ്രസെന്റ് ചെയ്യാം. എന്നിട്ട് ഓരോ പോയിന്റും എന്തെന്ന് വിളിക്കാം, 10 0 ഗ്രാഫിൽ മാർക്ക് ചെയ്തിട്ട് അതിനെ എന്തെന്ന് വിളിക്കാം, എ എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കാം. അതുപോലെ 9 1 അല്ലേ എന്ന് പറയുന്ന ആ ഓർഡറുടെ പേരിനെ പോയിന്റ് ചെയ്തിട്ട് അതിനെന്ത് ബി എന്ന പേര് കൊടുക്കാം. അതുപോലെ തന്നെ 7 2 എന്ന് പറയുന്ന ഓർഡറുടെ പേരിനെ മാർക്ക് ചെയ്തിട്ട് അതിന് സി എന്ന പോയിന്റ് കൊടുക്കാം. 4 3 അതിനെ മാർക്ക് ചെയ്തിട്ട് അതിനെന്ന് വിളിക്കാം, ഡി എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കാം. അതുപോലെ തന്നെ 0 4 അതിനെ നമുക്ക് പോയിന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇ എന്ന് പറയുന്ന മാർക്ക് കൊടുക്കാം. അതിനുശേഷം ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ജോയിന്റ് ചെയ്താൽ ഒരു കർവ് ആയിരിക്കും അവിടെ കിട്ടുന്നത്. ആ കർവ് തന്നെയല്ലോ. അപ്പോൾ ഈ സെറ്റുകളെ വിളിക്കുന്ന പേരെന്താണ്, എ ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ആർ കാൾഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. കളക്ഷൻ ഓഫ് ഓൾ പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ആൻ എക്കണോമി ക്യാൻ പ്രൊഡ്യൂസ് ഫ്രം എ ഗിവൺ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ആൻഡ് അവൈലബിൾ ടെക്നോളജി. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ആൾ പോസിബിൾ കോമ്പിനേഷൻ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കോമ്പിനേഷൻ മാത്രമല്ല, എയും ബിയും സിയും ഡിയും ഇ മാത്രമുള്ള ഒരു കോമ്പിനേഷൻ മാത്രമല്ല അവിടെ വരുന്നത്. ഒരുപാട് സാധ്യമായ എന്തുണ്ട്, പോസിബിൾ കോമ്പിനേഷൻ ഉണ്ട്. എന്തിൻ്റെയാണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ഓഫ് ആൻ എക്കണോമി ക്യാൻ പ്രൊഡ്യൂസ്, ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന അല്ലെ എന്തിൽ നിന്നും, ഗിവൺ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ആൻഡ് അവൈലബിൾ ടെക്നോളജി, ലഭ്യമായ സാങ്കേതിക വിദ്യയുടെയും അതുപോലെ തന്നെ നമുക്ക് ലഭ്യമായ എന്താണ് വിഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന എല്ലാ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പോസിബിൾ കോമ്പിനേഷന്റെ കളക്ഷനെയാണ് എന്ന് വിളിക്കുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം എ ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് ആർ കാൾഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് all possible combination of goods and services that an economy can produce from a given amount of resources and available technology. ഇന്ന് ഈ ചാപ്റ്റർ ഇവിടെ പോർഷൻ ഇവിടെ ഡിസ്കഷൻ നമ്മൾ നിർത്തുകയാണ്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഷെഡ്യൂളാണ്. നമസ്കാരം, നന്ദി എല്ലാവർക്കും.